ജോലിക്കിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് പാറശാല ആശുപത്രിയിൽ എത്തിച്ച KSEB കരാർ ജീവനക്കാരന്റെ മരണത്തിൽ പാറശാല താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. മതിയായ ചികിത്സ നൽകുന്നതിൽ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് പരാതി. അതേസമയം മരിച്ച സന്തോഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ ലഭിക്കും. MS വീണ ചേരുന്നു വിവരങ്ങളുമായി. വീണ, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ഏറെ നമുക്കറിയാം ഈ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ ശോചനീയാവസ്ഥ, അതിൻ്റെ ഒരു തുടർക്കഥ വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് പാറശാലയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാറശാല താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമാണ് ചികിത്സ തേടി കുഴഞ്ഞു വീണതിനെ തുടർന്ന് ഈ ഒരു രോഗിയെ എത്തിച്ചത്. തുടർന്ന് ഈ രോഗിക്ക് ചികിത്സ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. അധികം വൈകാതെ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ വൈദ്യുതി വകുപ്പിലെ കരാർ ജീവനക്കാരനായിരുന്ന സന്തോഷ് മരണപ്പെടുകയായിരുന്നു. ആ മരണത്തിന് പിന്നാലെയാണ് കുടുംബം ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സഹപ്രവർത്തകരാണ്, അതായത് സന്തോഷിൻ്റെ സഹപ്രവർത്തകർ തന്നെയാണ് പാറശാല താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. ചികിത്സ നൽകുന്നതിൽ അപ്പോൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സുമാരടക്കം വീഴ്ച വരുത്തിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് സഹപ്രവർത്തകരും കുടുംബവും ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് കുടുംബം പറയുന്നത്. നമുക്കറിയാം, ഈ സർക്കാർ ആശുപത്രികളെ ചികിത്സയ്ക്കായിട്ട് ആശ്രയിക്കുന്ന നിരവധി പേരുണ്ട്. സമീപത്തെ പെട്ടെന്ന് ഒരു ആരോഗ്യ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അടുത്തുള്ളൊരു സാമൂഹിക കേന്ദ്രത്തിലായിരിക്കും, കുടുംബാരോഗ്യ കേന്ദ്രത്തിലൊക്കെ ആയിരിക്കും എത്തിക്കുന്നത്. പക്ഷേ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ അപര്യാപ്തത അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് മൂലമാണ് സന്തോഷിൻ്റെ ജീവൻ പോയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്നാണ് കുടുംബവും സഹപ്രവർത്തകരും അറിയിച്ചിരിക്കുന്നത്. അതായത് ജീവൻ രക്ഷാ ഉപകരണങ്ങളടക്കം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ആ ചികിത്സ നൽകുന്നതിൽ അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരും മറ്റ് സഹപ്രവർത്തകരും ഒക്കെ നഴ്സുമാരടക്കമുള്ളവർ വീഴ്ച വരുത്തി. അതാണ് സന്തോഷിൻ്റെ മരണത്തിൽ വഴിവെച്ചതെന്നാണ് കുടുംബം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നോ അല്ലെങ്കിൽ നാളെയോ പരാതി നൽകാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കും. അതിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് മരണത്തിലേക്ക് നയിച്ചത് ഹൃദയാഘാതമാണോ എന്നുള്ള കാര്യങ്ങളിൽ കൂടി ഉറപ്പുവരുത്തുന്നതിന് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാണ്. ആ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും, ആ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാതി തന്നെയായിരിക്കും നൽകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ താലൂക്ക് ആശുപത്രിയിൽ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷവും നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നാലെയും OP ബഹിഷ്കരിക്കുന്ന തരത്തിലുള്ള, അതായത് OP പുനർനിർമ്മിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നടപടികളൊക്കെ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ 50 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ചു എന്ന് ആരോഗ്യ വകുപ്പ് പറയുമ്പോൾ പോലും ആ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതിൽ വലിയ പോരായ്മകൾ നിലനിൽക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉള്ളൊരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് ഒരു ചികിത്സാ പിഴവ് മൂലം ഒരാൾക്ക് മരണം സംഭവിച്ചു, ഒരു രോഗിക്ക് മരണം സംഭവിച്ചു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളുമായി മുമ്പോട്ട് വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ചികിത്സാ നിഷേധമാണോ ഈ സന്തോഷിന്റെ ജീവൻ എടുത്തത് എന്നതടക്കമുള്ള വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് വ്യക്തമാകും. പാറശാല ആശുപത്രി, പാറശാലയിലായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ജനസഭ മാർച്ച് 15 ആദ്യം തുടങ്ങിയത്. അന്ന് അവിടെ തടിച്ചുകൂടിയവർ ഈ ആശുപത്രിയിലെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ അത് പറയാൻ പോലും സമ്മതിച്ചില്ല. അവിടെ തടിച്ചു കൂടിയ ഈ ജനസഭയിൽ പങ്കെടുത്ത SFI DYFI പ്രവർത്തകർ അത് കയ്യാങ്കളിയിലേക്കൊക്കെ പോയതാണ്. അപ്പോൾ ആ പാറശാല ആശുപത്രിയിലാണ് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു പാറശാല ആശുപത്രി മാത്രമല്ല, ഒരുവിധം ഞങ്ങൾ ഈ പോയ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ആശുപത്രിക്കെതിരെയും പരാതികളുണ്ട്. നമ്പർ 1 കേരളമാണ്. കോടികൾ ചെലവഴിച്ചിട്ടാണ് ഈ കെട്ടിടങ്ങൾ പണിതിരിക്കുന്നത്. പക്ഷേ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഡോക്ടർമാരില്ല, നേഴ്സുമാരില്ല, മരുന്നുകളില്ല. കേരളം എന്ന് ഇതിൽ നിന്നൊക്കെ മോചിതമാകും എന്നുള്ളതാണ്.